ഒന്ന് സോളാർ എന്ന് പറയുന്നത് തീർത്തും എക്കണോമിക്കലി വയബിൾ അല്ലാത്തൊരു സിസ്റ്റം അല്ല. ഇപ്പൊ ആളുകള് റൂഫ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന്റെ മുകളിൽ 2.5-3 ലക്ഷം രൂപ കൊടുത്തിട്ട് റൂഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് കപ്പാസിറ്റി ഉള്ള ആളുകൾ സോളാറിലേക്ക് മാറി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് സോളാറിലേക്ക് മാറാനുള്ളൊരു സാധ്യതയാണ്. അത്രയും കൂടുതൽ പ്രൊഡക്ഷൻ, അത്രയും കൂടുതൽ മാർക്കറ്റിൽ മാനുഫാക്ചേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ് താഴേക്ക് വരും. ഇപ്പം കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പൊ DCR പാനൽസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആകെ 4-5 മാനുഫാക്ചേഴ്സേ ഉള്ളൂ. മാനുഫാക്ചേഴ്സ് ഒരു 10-20 വരുമ്പോഴാണ് ഈ സാധനത്തിന്റെ പ്രൈസ് താഴേക്ക് പോകുക. അപ്പൊ മാർക്കറ്റ് വളരണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഇത് ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഒരു സൈഡ്. രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് മിനിമം ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 2000-3000 രൂപ വരുന്നത് മുകളിലേക്ക് സാധനം എക്കണോമിക്കലി ഫീസിബിൾ ആണ്. ഇനി അത് കൂടാതെ ഇപ്പൊ ഗവൺമെന്റ് ക്രോസ് സബ്സിഡി എടുത്തു കളയാൻ പോവുകയാണ്. ക്രോസ് സബ്സിഡി എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോളാർ ഇമ്മീഡിയറ്റ്ലി ഫിനാൻഷ്യലി വയബിൾ ആയി മാറും. കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് കംപ്ലീറ്റ്, അതായത് ഈ 4 രൂപ അല്ലെങ്കിൽ 5 രൂപയിലൊക്കെ കിടക്കുന്ന ഇലക്ട്രിസിറ്റി കോസ്റ്റ് നേരെ മുകളിലേക്ക് കയറും. അപ്പൊ നമുക്ക് എന്തായാലും